ഇന്ന് നമുക്കൊരു യാത്രയുണ്ടായിരുന്നു. തിരുവനന്തപുരം കോവളം എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഇതിനായി അടൂർ KSRTC ബസ്സിൽ നിന്നും നേരെ തമ്പാനൂർ ബസ് കയറി തമ്പാനൂർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയും അവിടെ നിന്ന് കോവളം ബസ് പിടിച്ചുകൊണ്ട് കോവളത്തിറങ്ങി. എന്നിട്ട് നമ്മുടെ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്തു. ശേഷം അടുത്ത് തന്നെ ആണല്ലോ ബീച്ച്, അപ്പോൾ ബീച്ച് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു. ബീച്ചിലേക്ക് 12 രൂപ ബസ് കൂലി ബീച്ചിലേക്ക് പോയി കേട്ടോ. ബീച്ചിൽ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി. വേറെ ആരുമില്ല, ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പം കുറച്ച് നേരം അവിടെയൊക്കെ നിന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു ഹാരിസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ, കുറേ വർഷമായി കണ്ടിട്ട് അവനെ ഒന്ന് വിളിച്ചു നോക്കി. അപ്പോൾ അവൻ ഈ കോവളം ബീച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന പരിപാടിയാണ് അവനവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ വിളിച്ചു. അവൻ പറഞ്ഞു, ഞാനിവിടെ തന്നെ ഉണ്ട്, ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ദൂരത്താണ് ലൈറ്റ് ഹൗസ്. ഞാൻ പിന്നെ എന്ത് ചെയ്തു, പതുക്കെ അങ്ങോട്ട് നടന്നു. പോകുന്ന വഴിക്ക് ഒരു സേവ് ദ ഡേറ്റ് ഒക്കെ കണ്ടായിരുന്നു. അതാണ്ട് ഇവനാണ് നമ്മുടെ ഹാരിസ്. അവൻ്റെ അടുത്തോട്ട് ചെന്നു. അതാണ്ട് ലൈറ്റ് ഹൗസിൽ സമയം കഴിഞ്ഞുകൊണ്ട് കയറാൻ പറ്റിയില്ല, ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ അവനൊരു ചായയൊക്കെ വാങ്ങിച്ചു തന്നു. നമുക്ക് വിഴിഞ്ഞം ഹാർബറിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിഴിഞ്ഞം ഹാർബറിലേക്ക് കൊണ്ടുപോകാണിത് കേട്ടോ. സത്യം പറയാലോ, കുറേ കാലം തിരുവനന്തപുരം അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും കോവളം ബീച്ചിലും വിഴിഞ്ഞം ഹാർബറിലും ഒന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു. അതെന്തായാലും ഇപ്രാവശ്യം നടന്നു. തിരികെ എങ്ങനെ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവനൊരു ഓട്ടം കിട്ടിയത്. എന്തായാലും അവനൊരു പോസ്റ്റ് അടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അവൻ കൊണ്ടുവന്ന കസ്റ്റമർ എന്തായാലും 7-8 മണി ആവാതെ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. അതുവരെ അവൻ പോസ്റ്റ് അടിച്ച് നിൽക്കണമായിരുന്നു. എന്തായാലും ഇവന് ഈ ഓട്ടം കിട്ടിയത് വലിയ കാര്യമായി, എനിക്കും കാര്യമായി. അവളിന്ന് തമ്പാനൂർ വന്നു. തമ്പാനൂരിൽ നിന്ന് ഉടനെ തന്നെ ബസ് കിട്ടി നേരെ അടൂർ. നമ്മുടെ ഈ ബസ്സിനകത്ത് യാത്രയുണ്ടല്ലോ, നല്ല രസമാണ്. അതും സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് എല്ലാ വ്യൂസും കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യണം. ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ഒരുപാട് യാത്രകൾ ചെയ്യണം ജീവിതത്തിൽ. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് കാണാൻ വേണ്ടി നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പോയി ഒന്ന് കാണണം. ഇടയ്ക്കൊക്കെയുള്ള ഈ യാത്രകളുണ്ടല്ലോ, നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉന്മേഷവാന്മാരാക്കിയിട്ട് യാത്രകൾ ചെയ്യുക, പല സ്ഥലങ്ങളും പോയി കാണുക, പുതിയതായിട്ട് ആളുകളെ പരിചയപ്പെടുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ സ്ഥലം എത്താറായി. അടൂർ നമ്മുടെ വണ്ടിയുണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ബസ്സിനാണ് നമ്മൾ യാത്ര ചെയ്തത് കേട്ടോ. ബസ്സിലെ യാത്രയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഹരമാണ്. അതുകൊണ്ടാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത് കൂടുതലും. അടൂർ സ്റ്റോപ്പ് എത്താറായി. എന്തായാലും അടൂരേക്ക് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ കാറ് കിടപ്പുണ്ട്. അവിടെ പോയി കാർ എടുക്കുക, നേരെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അടുത്ത യാത്രയിൽ കാണാം.